നമസ്കാരം. ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലെ വനത്തിൽ യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് സഹോദരി ഭർത്താവ് കൊട്ടേഷൻ നൽകിയ സംഘമാണെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നു. ഭാര്യ സഹോദരിയായ 21-കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്താൻ ഗുണ്ടകൾക്ക് നൽകാനായി 40,000 രൂപയാണ് പ്രതി ബാങ്ക് വായ്പ എടുത്തത്. കേസിൽ സഹോദരി ഭർത്താവും പ്രധാന പ്രതിയുമായ ആശിഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂട്ടാളികളായ ശുഭം, ദീപക് എന്നീ പ്രതികൾ ഒളിവിലാണ്. ജനുവരി 23-ന് ഗ്രാമത്തിൽ നിന്ന് കാണാതായ സ്ത്രീയുടെ മൃതശരീരം വെള്ളിയാഴ്ച സമീപത്തെ വനത്തിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. പിന്നാലെയാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. യുവതിയെ സഹോദരി ഭർത്താവ് ആശിഷ് സ്കൂട്ടറിൽ വനത്തിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് പ്രതികൾ മൂവരും ചേർന്ന് യുവതിയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. തുടർന്ന് സ്കാർഫ് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് യുവതിയെ കൊലപ്പെടുത്തിയ പ്രതികൾ തെളിവ് നശിപ്പിക്കാനായി മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. അടിവസ്ത്രം കേടുകൂടാതെ ഇരിക്കുകയും മറ്റു വസ്ത്രങ്ങൾ കത്തിക്കുകയും ചെയ്തതാണ് ലൈംഗിക അതിക്രമത്തിന്റെ സംശയം പോലീസ് ഉയർത്തിയത്. സ്ഥലത്തു നിന്ന് കോണ്ടം പാക്കറ്റുകളും പോലീസ് കണ്ടെടുത്തു. മുഖ്യപ്രതി ആശിഷിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കൊല്ലപ്പെട്ട ഭാര്യ സഹോദരിയുമായി താൻ അടുപ്പത്തിലായിരുന്നുവെന്നും എന്നാൽ 2 വർഷമായി തന്റെ സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് യുവതി ഭീഷണിപ്പെടുത്തിയിരുന്നു, ഇതിനാലാണ് കൊലപാതകം നടത്തിയത് എന്നുമാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. തുടർന്ന് ഭാര്യ സഹോദരിയെ കൊലപ്പെടുത്തുന്നതിനായി ബാങ്കിൽ നിന്ന് 40,000 രൂപ വായ്പ എടുത്തു. 10,000 രൂപ മുൻകൂറായി നൽകി കുറ്റകൃത്യത്തിന് ശേഷം 20,000 രൂപ പ്രതികൾക്ക് വാഗ്ദാനം ചെയ്യുകയായിരുന്നു. സംഭവ സ്ഥലത്തു നിന്നും തലയോട്ടി ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തി. മൃതദേഹം തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു എന്നും ഭാഗികമായി കത്തിയ വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, മോതിരം, അടിവസ്ത്രങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് മാതാപിതാക്കൾ യുവതിയെ തിരിച്ചറിഞ്ഞത് എന്നും പോലീസ് പറയുന്നു. കൊലപാതകം, കൂട്ടബലാത്സംഗം എന്നീ BNS വകുപ്പുകൾ പ്രകാരം പ്രതിക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ജനുവരി 23-ന് പെൺകുട്ടിയെ കാണാതായതായി പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകിയതോടെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ആശിഷിനും കൂട്ടാളികൾക്കുമൊപ്പമാണ് അവളെ അവസാനമായി കണ്ടത് എന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ ആശിഷ് പൊട്ടിക്കരഞ്ഞ് കുറ്റം സമ്മതിക്കുകയായിരുന്നു. ആശിഷ് കസ്റ്റഡിയിലാണെങ്കിലും ഒളിവിൽ പോയ പ്രതികളായ ശുഭം, ദീപക് എന്നിവരെ പിടികൂടാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്.